friends, welcome back to the Flavour feast. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മലബാർ സ്പെഷ്യലായ ചട്ടിപ്പത്തിരി ആയിട്ടാണ്. എത്ര കഴിച്ചാലും മതി വരാത്ത ഈ ചട്ടിപ്പത്തിരി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്കിതിൻ്റെ മസാല ഉണ്ടാക്കി എടുക്കണം. അതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സവാള 4 എണ്ണം വലുത്, തക്കാളി ഒരു ചെറിയ കഷ്ണം പൊടിയായി അരിഞ്ഞത്, ഉപ്പ് ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 2 എണ്ണം പൊടിയായി അരിഞ്ഞത്, കറിവേപ്പില 1 തണ്ട്, ഗരം മസാല 1/2 മുതൽ 1 ടീസ്പൂൺ വരെ, മല്ലിയില ആവശ്യത്തിന്, ചിക്കൻ ഉപ്പും കുരുമുളകും മുളക് പൊടിയും ഇട്ട് വേവിച്ചെടുത്തത് 1/2 കപ്പ് മുതൽ 2 കപ്പ് വരെ ആവാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് സവാള ചേർക്കുക. ഉപ്പ് കൂടി ചേർത്ത് അത് നന്നായി വഴറ്റിയെടുക്കുക. ഒന്ന് വഴന്ന് വന്നാൽ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചേർക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറി വന്നാൽ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഗരം മസാല പൊടിയും കൂടി ചേർക്കുക. 2-3 മിനിറ്റ് സോട്ട് ചെയ്ത് തക്കാളി കൂടി ചേർക്കുക. തക്കാളി ഒന്ന് വെന്ത് സോഫ്റ്റായി വന്നാൽ വേവിച്ച് വെച്ച ചിക്കനും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ചിക്കൻ ചേർത്തൊരു 4 മിനിറ്റൊക്കെ നന്നായി മിക്സ് ചെയ്ത് വേവിച്ചെടുക്കുക. അതിനുശേഷം മല്ലിയിലയും കൂടി ചേർത്ത് വാങ്ങി വെക്കുക. ഇനി നമുക്ക് ക്രീപ്സ് ഉണ്ടാക്കിയെടുക്കാനുള്ള ബാറ്റർ തയ്യാറാക്കണം. അതിനു വേണ്ടത് മൈദ 1 കപ്പ്, മുട്ട 1, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്. മൈദ, മുട്ടയും ഉപ്പും വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നല്ല ലൂസ് ബാറ്റർ ആയിരിക്കണം. ഒരു ഫ്രൈ പാൻ ചൂടാക്കി അതിലേക്ക് ബാറ്റർ ഒഴിച്ച് നല്ല നേർമയായി ദോശ ചുട്ടെടുക്കുക. അങ്ങനെ എല്ലാ ദോശകളും ചുട്ടെടുക്കുക. ഇനി 3 മുട്ടയും ആവശ്യത്തിന് ഉപ്പും കുരുമുളകും 1/2 കപ്പ് പാലും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കുക. എന്നിട്ടത് മാറ്റി വെക്കുക. ഇതിന് നമുക്ക് 2 പുഴുങ്ങിയ മുട്ടയുടെ കൂടെ ആവശ്യമുണ്ട്. 2 മുട്ട പുഴുങ്ങിയെടുത്തിട്ട് അതൊന്ന് ഫോർക്ക് കൊണ്ട് പൊടിച്ച് വെക്കുക. ഇനി ഈ ചട്ടിപ്പത്തിരി എങ്ങനെ ലെയർ ചെയ്തെടുക്കുക നോക്കാം. ആദ്യം ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് നെയ്യ് ചേർക്കുക. നെയ്യ് ഒന്ന് മെൽട്ടായി വന്നാൽ നമ്മൾ തയ്യാറാക്കി വെച്ച ദോശ ഈ മുട്ട പാല് മിക്സ്ചറിൽ മുക്കിയെടുത്തിട്ട് ഇതിലേക്ക് വെക്കുക. ഇത് ചെയ്യുമ്പോൾ ഗ്യാസ് വളരെ സിമ്മിലാക്കി വെക്കണം. ഈ ദോശയുടെ മേലെ നമ്മൾ തയ്യാറാക്കി വെച്ച ചിക്കൻ മസാല ഒന്ന് സ്പ്രെഡ് ചെയ്യുക. അതിൻ്റെ മേലെ കുറച്ച് പൊടിച്ച് വെച്ച മുട്ടയും കൂടി ചേർക്കുക. അടുത്ത ദോശയും ഇതേപോലെ മുട്ട പാൽ മിക്സറിൽ മുക്കി അതിൻ്റെ മേലെ വെക്കുക. വീണ്ടും മസാല വെക്കുക. മുട്ട ഓൾട്ടർനേറ്റ് ലെയേഴ്സിൽ വെച്ചാൽ മതി. അങ്ങനെ ബാക്കി ദോശയും മസാലയും ഇതേപോലെ തന്നെ ലെയർ ചെയ്ത് വെക്കുക. നമുക്ക് ലെയേഴ്സ് എത്ര വേണമെങ്കിലും കൂട്ടാം, വേവാത്ത കുഴപ്പമൊന്നുമില്ല. എല്ലാം ഇങ്ങനെ ലെയർ ചെയ്ത് വെച്ചിട്ട് അവസാനം ബാക്കി വന്ന മുട്ടയും പാലും മിക്സ്ചറും കൂടെ അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക.
ലാസ്റ്റ് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും കളേർഡ് വെജിറ്റബിൾസ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചെറുതായി എരിഞ്ഞ ക്യാപ്സിക്കം, ക്യാരറ്റും മല്ലിയിലയുമാണ്. ഇതിൻ്റെ അടിയിൽ ഒരു പഴയ പാത്രം വെച്ച് തീ സിമ്മിലാക്കി ഒരു അരമണിക്കൂർ വരെ വേവിച്ചെടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞ് മുകളിലുള്ള മുട്ടയൊക്കെ വെന്ത് വന്നാൽ ഇത് വേറൊരു ഫ്രൈ പാനിലേക്ക് മാറ്റാം. ഒരു ഫ്രൈ പാനിൽ ആദ്യം നമ്മൾ നെയ്യ് തടവി കൊടുക്കുക. എന്നിട്ട് ഈ ചട്ടിപ്പത്തിരി അതിലേക്ക് കമഴ്ത്തി വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കുക. ഞാനിവിടെ ഫ്രൈ പാനിൽ നെയ്യ് ചേർക്കാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യ് ചേർത്തില്ലെങ്കിൽ അത് ഫ്രൈ പാനിലേക്ക് ഒട്ടും. അപ്പം നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം അറിയിക്കുക. നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ കാണാൻ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇടുന്ന വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്